ഹായ് ഗായ്സ്, കലിബ്രോ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 8th വീക്ക് വിഷനിക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാത്രി 7 മണി വരെ ഉള്ളൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 11 മത്സരാർത്ഥികളാണ്. ഈ 11 മത്സരാർത്ഥികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തവണ 2 പേരായിരിക്കും പുറത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് നിർണ്ണയിക്കാനുള്ള അവകാശം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ മത്സരാർത്ഥി ആകത്തുള്ളൂ. അതോടൊപ്പം പരിമണിക്കുള്ള കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും അറിയാം. നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. 7 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അനീഷ് തന്നെയാണ്. തുടർന്ന് അനീഷിന് എതിരാളികളില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് നല്ലൊരു വോട്ടിംഗ് ഡിഫറൻസ് ആണ് ഇപ്പോൾ അനീഷിനുള്ളത്. 20,123 എന്ന കൂറ്റം വോട്ട് നേടി ഒന്നാം പൊസിഷനാണുള്ളത്. രണ്ടാം പൊസിഷനിൽ ഷാനവാസ് ഉണ്ട്. ഷാനവാസും നല്ലൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. എന്നിരുന്നാൽ കൂടെ ഇതുവരെയും ഒന്നാം പൊസിഷൻ എത്തിപ്പിടിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം നടന്നിട്ടില്ല. 14,546 വോട്ട് നേടി രണ്ടാം പൊസിഷനാണുള്ളത്. മൂന്നാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായ വേദലക്ഷ്മി കയറി വന്നിരിക്കുകയാണ്. ആദിലെ അട്ടിമറിച്ചുകൊണ്ടാണ് തന്റെ മൂന്നാം പൊസിഷനിൽ വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുന്നത്. 12,355 വോട്ടിന്റെ ബലത്തിലാണ് മൂന്നാം പൊസിഷനിലേക്ക് കയറി വന്നത്. നാലാം പൊസിഷനിൽ ആദിൽ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചു. അങ്ങനെ തന്റെ പൊസിഷൻ നഷ്ടപ്പെട്ട നാലാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. വേദലക്ഷ്മിയോടാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 11,333 വോട്ട് നേടി നാലാം പൊസിഷനിൽ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. അഞ്ചാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് അക്ബർ കയറി വന്നിരിക്കുകയാണ്. ജിസേലിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അക്ബർ അഞ്ചാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 9,786 വോട്ട് നേടി അഞ്ചാം പൊസിഷനാണുള്ളത്. ആറാം പൊസിഷനിലേക്ക് ജിസേൽ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ജിസേലിന് വോട്ടിംഗ് ഇടിവ് സംഭവിച്ച പിന്നിലേക്ക് വരുന്നത്. 9,705 വോട്ടിൻ്റെ ബലത്തിലാണ് തൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ട ആറാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. ഏഴാം പൊസിഷനിൽ ജിഷിൻ തന്നെ തുടരുകയെന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഏഴാം പൊസിഷനിൽ കയറിയതിനു ശേഷം ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ 9,453 വോട്ടിൻ്റെ ബലത്തിലാണ് ഏഴാം പൊസിഷനിൽ നിലകൊള്ളുന്നത്. എട്ടാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി ആര്യൻ ഖത്തറിയ വീണ്ടും കയറി വന്നിരിക്കുകയാണ്. ബിന്നി സെബാസ്റ്റിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ആര്യൻ തൻ്റെ വോട്ടിംഗ് നില മെച്ചപ്പെടുത്തി എട്ടാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 9,054 വോട്ട് നേടിയാണ് എട്ടാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒമ്പതാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. ആര്യനുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ട് ഒമ്പതാം പൊസിഷനിലേക്ക് വീണു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. പത്താം പൊസിഷനിൽ സാബുമാൻ തന്നെയാണ് തുടരുന്നത്. സാബുമാൻ ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥികൾ ഒരാളാണ്. ഇപ്പോൾ ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ്. 8,653 വോട്ടാണ് നേടിയിരിക്കുന്നത്. 11ാം പൊസിഷനിൽ അഭിലാഷ് തന്നെയാണ് തുടർന്ന്. വോട്ടിങ്ങിൻ്റെ തുടക്കം മുതൽ ഇതുവരെയും ലാസ്റ്റ് പൊസിഷൻ തന്നെയാണ്. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 8,500 എന്ന വോട്ട് നേടി 11ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ്.